വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുമ്പളയിലെ കച്ചവടക്കാർ ഒന്നടങ്കം തിങ്കളാഴ്ച ഉച്ചവരെ കടകളടച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പള യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. This news sponsored by Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. Zindabad! Vyavasayikam Zindabad! Vyavasayikam Zindabad! Ekopana Samiti Zindabad! Ekopana Samiti Zindabad! Ekopana Samiti Zindabad! Ekopana Samiti Zindabad! Raju Afzal Zindabad! Raju Afzal Zindabad! Raju Afzal Zindabad! കുമ്പളയിലെ പഴയ ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്കായി തുറന്നു കൊടുക്കുക, പൊളിച്ചുമാറ്റിയ കുമ്പള ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പുനർനിർമ്മിച്ച് വ്യാപാരികളെ പുനരധിവസിപ്പിക്കുക, ഓട്ടോറിക്ഷകൾക്ക് പഞ്ചായത്ത് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുക, ടേക്ക് എ ബ്രേക്ക്, മത്സ്യമാർക്കറ്റ് എന്നിവ തുറന്നു കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുമ്പളയിലെ കച്ചവടക്കാർ ഒന്നടങ്കം ഉച്ചവരെ കടകളടച്ച് കുമ്പള പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പള യൂണിറ്റിന്റെയും കടയടപ്പിനോടൊപ്പം സ്വകാര്യ ബസ് പണിമുടക്ക് കൂടിയായതിനാൽ കുമ്പള ടൗണിൽ അക്ഷരാർത്ഥത്തിൽ ഹർത്താലിന്റെ പ്രതീതി ഉയർന്നു. ആവശ്യങ്ങൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. അവിടെ വ്യാപാരിയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കാനല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പരിഹരിക്കാൻ കഴിയണം. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അതുപോട്ടെ, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു ബസ് സ്റ്റോപ്പ് കസ്റ്റമേഴ്സ് കുമ്പള ടൗണിൽ വന്നാൽ 500, 600, 700 മീറ്റർ നടന്ന് ഒരു സാധനം വാങ്ങി തിരിച്ചു പോകേണ്ട ഗതികേടിലാണ്. തീരുമാനമെടുത്തു. പഞ്ചായത്തും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും കൂടി കൈക്കൊണ്ട തീരുമാനം 8 മാസമായി ഇവിടെ നടപ്പാക്കാത്തത് അല്ലേ? 8 മാസമായി ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണത് കഴിയുന്നില്ല? ആ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. ജനപ്രതിനിധികളായി ഇരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, ഒരു ടൗണിനെ വികൃതമാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ സമീപനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകാൻ പോകുന്നത്. ചടങ്ങിൽ രാജേഷ് മണിയത്ത് അധ്യക്ഷനായി. സത്തർ ആരിക്കാടി, അൻവർ സിറ്റി, അഷ്റഫ് സ്കൈലൈറ്റ്, സിദ്ദിഖ് മുബാറക്, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ഹൈദർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, ടൈലേഴ്സ് അസോസിയേഷൻ, ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ, ബാർബേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും കടകളടച്ച് വ്യാപാരികളുടെ സമരത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള. ബസ്സുകാരുടെ തോന്നിവാസം